50 ബേസിസ് പോയിന്റിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് പ്രഖ്യാപിച്ചിട്ടും കഴിഞ്ഞ ദിവസം അമേരിക്കൻ മാർക്കറ്റ് നെഗറ്റീവ് സൈഡിൽ ക്ലോസിംഗ് നൽകി. നാസ്ഡാക്ക് 0.31, S&P 0.29, ഡോ ജോൺസ് 0.14% ഇടിഞ്ഞു. ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് പ്രഖ്യാപിക്കുന്നതിന് മുൻപേ യൂറോപ്യൻ മാർക്കറ്റുകളും നെഗറ്റീവ് സൈഡിലാണ് ക്ലോസിംഗ് നൽകിയത്. ഫഡ്സ് 0.68, CSE 0.57% ഇടിഞ്ഞിരുന്നു. ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു മിക്സഡ് പെർഫോമൻസ് വേണം നമ്മൾ പ്രതീക്ഷിക്കാൻ. കഴിഞ്ഞ ദിവസം ഇൻട്രസ്റ്റ് റേറ്റ് കട്ടിന് മുന്നോടിയായി ഇൻവെസ്റ്റേഴ്സ് ജാഗ്രത പാലിച്ചതുമൂലം ഇന്ത്യൻ മാർക്കറ്റിൽ ചെറിയ രീതിയിലുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കാണാൻ സാധിച്ചു. അതേസമയം ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സും ഇന്ത്യൻ മാർക്കറ്റിൽ ബൈയിങ് നടത്തി. FIS 1153 കോടി രൂപയുടെയും DIS 182 കോടി രൂപയുടെയും ബൈയിങ് ആണ് നടത്തിയത്. ഇന്ത്യ വിക്സ് 6.2% ഉയർന്ന് 13.37 എന്ന ലെവലിൽ ക്ലോസിംഗ് നൽകി. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ പ്രതീക്ഷിക്കേണ്ട ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്ക് കടക്കാം. ഒന്നാമത്തേത് നസാര ടെക്നോളജി. നസാര ടെക്നോളജി പ്രിഫറൻഷ്യൽ ഇഷ്യൂ വഴി 900 കോടി രൂപയുടെ ഫണ്ട് റൈസ് ചെയ്തിട്ടുണ്ട്. 984 രൂപ പെർ ഷെയർ എന്ന റേറ്റിലാണ് കമ്പനി പ്രിഫറൻഷ്യൽ ഇഷ്യൂ നടത്തിയത്. ഇതുവഴി സമാഹരിച്ച 900 കോടി രൂപയ്ക്ക് കമ്പനി അതിൻ്റെ സബ്സിഡറി കമ്പനിയായ സ്പോർട്സ് സ്കിഡയുടെ 19.35% സ്റ്റേക്കുകൾ 145 കോടി രൂപയ്ക്ക് അക്വയർ ചെയ്തു. ഇതുവഴി സ്പോർട്സ് സ്കിഡ അല്ലെങ്കിൽ അബ്സല്യൂട്ട് സ്പോർട്സ് എന്ന കമ്പനി നസാര ടെക്നോളജി എന്ന കമ്പനിയുടെ ഫുള്ളി ഓൺഡ് സബ്സിഡറി കമ്പനിയായി മാറിക്കഴിഞ്ഞു. പവർ ഗ്രിഡ് എന്ന കമ്പനിക്ക് രാജസ്ഥാൻ മധ്യപ്രദേശ് പവർ ട്രാൻസ്മിഷൻ പ്രോജക്റ്റിൻ്റെ സക്സസ്ഫുൾ ബിഡറായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ഇത് പവർ ഗ്രിഡിനെ സംബന്ധിക്കുന്ന പോസിറ്റീവ് അപ്ഡേറ്റ് ആണ്. SSS റിയാലിറ്റി ആൻഡ് കമ്പനി എന്ന കൺസ്ട്രക്ഷൻ കമ്പനിയിൽ നിന്നും BL കാശ്യപ് എന്ന കമ്പനിക്ക് 221 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ BL കാശ്യപ് എന്ന സ്റ്റോക്കിനെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാം. കമ്പനിയുടെ ടോട്ടൽ ഓർഡർ ബുക്ക് 3546 കോടി കടക്കുകയും ചെയ്തു. മാക്രോടെക് ഡെവലപ്പേഴ്സ് മഹാരാഷ്ട്ര ബേസ്ഡ് ആയിട്ടുള്ള ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ പ്ലാറ്റ്ഫോം പ്രൊവൈഡറായ ഇവാൻഹോ എന്ന കമ്പനിയുടെ സ്റ്റേക്കുകൾ 240 കോടി രൂപയ്ക്ക് അക്വയർ ചെയ്തു. ഇറാഡയുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന ഏറ്റവും പ്രധാന അപ്ഡേറ്റ്, ഇറാഡയിൽ ഗവൺമെൻറ്റിനുള്ള 7% സ്റ്റേക്കുകൾ ഡയല്യൂട്ട് ചെയ്ത് 4500 കോടി രൂപയുടെ ഫണ്ട് QIP വഴി സമാഹരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡർ എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ്. ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡറിന് ജർമ്മൻ കമ്പനിയായ കാസ്റ്റർ റെഹൈഡർ എന്ന കമ്പനിയിൽ നിന്നും 4 മൾട്ടി പർപ്പസ് വെസൽ നിർമ്മിക്കുന്നതിന് വേണ്ടി $54 മില്യൺ ഒരു കോൺട്രാക്റ്റ് ലഭിച്ചിട്ടുണ്ട്. GE&T ഇന്ത്യ എന്ന കമ്പനിയിലും ഇന്ന് OFS ഉണ്ട്. സെപ്റ്റംബർ 19 സെപ്റ്റംബർ 20 തുടങ്ങിയ തീയതികളിലാണ് OFS. പ്രൊമോട്ടേഴ്സ് 15.6% സ്റ്റേക്കുകൾ ഓഫ്ലോഡ് ചെയ്യും. ഇവിടെ ഇനിഷ്യലി പ്രൊമോട്ടേഴ്സ് 11.7%, ഗ്രീൻ ഷൂ ഓപ്ഷൻ വഴി 3.9% സ്റ്റേക്കുകളാണ് ഓഫ്ലോഡ് ചെയ്യുക. കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ നിന്നും 21% ഡിസ്കൗണ്ടിൽ 1400 രൂപ പെർ ഷെയർ എന്ന റേറ്റിലാണ് ഇവിടെ ഡിസ്കൗണ്ട് സെല്ലിംഗ് നടക്കുന്നത്. അയൺ എക്സ്ചേഞ്ച് എന്ന കമ്പനിക്ക് അദാനി പവറിൽ നിന്നും വാട്ടർ ആൻഡ് എൻവയോൺമെൻറ്റ് മാനേജ്മെൻറ്റ് സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടി 161 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചിട്ടുണ്ട്. ആദിത്യ ബിർള ഫിനാൻസ് എന്ന കമ്പനിയുടെ അമാൽഗമേഷൻ ആദിത്യ ബിർള ക്യാപിറ്റലുമായി നടത്തുന്നതിന് RBIയുടെ സൈഡിൽ നിന്നും ആദിത്യ ബിർള ക്യാപിറ്റലിന് നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് ലഭിച്ചു. അതോടൊപ്പം തന്നെ സൊമാറ്റോ എന്ന സ്റ്റോക്കിനെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാം. സൊമാറ്റോ എന്ന കമ്പനിക്ക് വെസ്റ്റ് ബംഗാളിൽ നിന്നും 11 കോടി രൂപയുടെ GST ഡിമാൻഡ് ലഭിച്ചിട്ടുണ്ട്. ലെമൺ ട്രീ ഹോട്ടൽസ് ആന്ധ്രാപ്രദേശിൽ 44 റൂമുള്ള ഒരു ഹോട്ടൽ സെറ്റപ്പ് ചെയ്യുന്നതിന് വേണ്ടി ലൈസൻസ് പാക്കിൽ ഒപ്പുവെച്ചു. കൂടാതെ പതുംജി പേപ്പർ എന്ന കമ്പനിക്ക് അല്ലെങ്കിൽ പതുംജി പേപ്പർ ഗ്രീൻ സോളാർ പവർ പ്രോജക്റ്റിന് വേണ്ടി 15.4 മെഗാവാട്ട് ശേഷിയുള്ള ഗ്രീൻ സോളാർ പവർ പ്രോജക്റ്റ് സെറ്റപ്പ് ചെയ്യുന്നതിന് വേണ്ടി പ്രോസിൽ ഗ്രീൻ എനർജി എന്ന കമ്പനിക്ക് കോൺട്രാക്റ്റ് നൽകിയിട്ടുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.